Hi friends, welcome back. iPhone 14 Pro 2 യൂണിറ്റുകളും നമുക്ക് ആപ്പിൾ അയച്ചു തന്നിരിക്കുകയാണ്. അതിൽ 14 നമുക്ക് താഴെ വെക്കാം. ഈ വീഡിയോയിൽ 14 പ്രോയുടെ കാര്യങ്ങൾ പറയാം. വിശദമായിട്ട് തന്നെ പറയാം. ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മോഡൽ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഈ ഫോണിന്റെ ബോക്സിന്റെ ഓപ്പണിംഗ് ഒന്ന് കാണിച്ചു തരാം. കൂടുതലായിട്ടൊന്നും ബോക്സിനകത്ത് ഉണ്ടാവില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഫോൺ കയ്യിൽ കിട്ടി. ഇവിടെ നമുക്ക് അടുത്തതായിട്ടൊരു ചാർജിങ് കേബിൾ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സും ആപ്പിൾ ലോഗോയും എല്ലാം ഉണ്ട് പതിവ് പോലെ തന്നെ. പിന്നെ ചാർജർ ബോക്സിനകത്ത് കണ്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഇയാൾ നെഗറ്റീവ് ഹൈഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെങ്കിലും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത് ചാർജർ ഇല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി 14 Pro എന്ന ഫോണിലേക്ക് വരാം. പ്രീമിയം എന്ന് പറഞ്ഞ ഒരു സംഗതിയുടെ ഒരു അവസാന വാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഡിവൈസുകൾ വരാറുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിമനോഹരമായ ഡിസൈനാണ്, ഗംഭീര ഫിനിഷിങ്ങും ഇൻഹാൻഡ് ഫീലും ഒക്കെ തന്നുകൊണ്ട് അടിപൊളി ഐറ്റമാണ് 14 Pro. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ക പ്രീമിയം ഡിവൈസ്. കാര്യം 13 Pro Max നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോഴും രണ്ടും ഒരുപോലെ പ്രീമിയം ഡിവൈസുകൾ തന്നെയാണ്. മാക്സ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൈസ് കൂടിയ വലിയ വേരിയന്റ് കിട്ടും. ഇത് 13 Pro Max ആണ് കേട്ടോ. 14 Pro Max എടുക്കുകയാണെങ്കിൽ വലിയ സൈസ് കിട്ടും. പ്രോ ആണെങ്കിൽ ചെറിയ സൈസ് എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്, പവർഫുൾ ആണ്, പ്രീമിയം ആണ്. 4 കളറുകളിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതിന് ഗോൾഡ്, സിൽവർ, ഡീപ് പർപ്പിൾ അങ്ങനെയുള്ള കളറുകളുണ്ട്. ഡീപ് പർപ്പിൾ ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാനും പർച്ചേസ് ചെയ്തിരുന്നുവെങ്കിൽ അത് തന്നെ പർച്ചേസ് ചെയ്യുമായിരുന്നു. ബട്ട് ഇത് നമുക്ക് കമ്പനി അയച്ചു തന്നിരിക്കുന്നതാണ്. സോ അവർ ബ്ലാക്ക് ആണ് അയച്ചു തന്നിരിക്കുന്നത്. 4 വേരിയന്റുകളാണ് വരുന്നത്. 128 GB, 256 GB, 512 GB, 1 TB. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 1 TB ആണ്. ഇതിന്റെ പ്രൈസ് നോക്കിയാൽ 1,30,000 രൂപയ്ക്കാണ് 14 Pro സ്റ്റാർട്ട് ചെയ്യുന്നത്, 128 GB. പക്ഷേ ഇത് 1 TB ആണ്. 1,80,000 രൂപ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് കൂടുതലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇത്തരം ഡിവൈസുകൾ ഇത്തരം പ്രീമിയം സെഗ്മെന്റിലേക്കൊക്കെ വരുമ്പോൾ വില കൂടുതൽ തന്നെയായിരിക്കും. അത് നിങ്ങൾക്കും അറിയാം. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമന്റ് ചെയ്യുന്നില്ല. പുറത്താണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ബട്ട് ഇന്ത്യക്കകത്തേക്ക് വരുമ്പോൾ അത് 1,30,000 ഒക്കെ ആവുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിന്. സോ നിങ്ങളുടെ താല്പര്യവും ഐഡിയയും ഒക്കെ അനുസരിച്ച് കൊണ്ട് വേണം ഇത് ചൂസ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് നേരെ 14 Proയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സമയമില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തുള്ള ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ടൈം കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യമാണ്. നമ്മൾ iPhone 14 Pro 14 ഈ ഫോണുകൾ കിട്ടി, നമുക്ക് റിവ്യൂ യൂണിറ്റ് ആപ്പിൾ അയച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സന്തോഷം പങ്കുവച്ചു. എന്നാൽ ചിലർ ഒരു നെഗറ്റീവ് അടിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇത് ആപ്പിളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്, ഇത് ഓസിക്ക് വാങ്ങിക്കാൻ നിൽക്കുന്നത്, ആമ്പിള്ളേർ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നതെന്ന്. യെസ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. iPhone 11, 12, 13 mini, 13 Pro Max അടക്കമുള്ള ഫോണുകൾ നമ്മളും കാശ് കൊടുത്ത് വാങ്ങിച്ച് തന്നെയാണ് ചെയ്തത്. ഇത് എന്താ പറയുക, ആണത്തം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവന്മാരെ തരത്തില്ല ചോദിച്ചാലും. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് പല വീഡിയോകളും ഞാനും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊക്കെ മെയിൽ അയച്ച പോലും റെസ്പോണ്ട് പോലും ചെയ്യാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. പുതിയ ബ്രാൻഡുകൾ പോലും സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ റീജിയണൽ ചാനലുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഒഴിവാക്കുകയാണ്. അപ്പോൾ വലിയ ട്രാക്കിംഗ് ടെക്കിനൊക്കെയാണ് iPhone 1 TB വേരിയൻ്റൊക്കെ കിട്ടാറുള്ളൂ. ബട്ട് ഇപ്പം കാര്യങ്ങൾ മാറി. അവർക്ക് കിട്ടിയിട്ടുള്ള അതേ 1 TB വേരിയൻറ്റ്, അതേപോലെ 14 ആണെങ്കിലും ഇതിൻ്റെ ടോപ്പ് മോഡൽ 1,10,000 512 GB മോഡൽ, അവർക്ക് കിട്ടിയിട്ടുള്ള അതേ യൂണിറ്റുകൾ മലയാളത്തിലെ ഒരു ചാനലിലും കിട്ടിയിരിക്കുകയാണ്. പ്രതാപ് ജി ടെക്കിനെ കിട്ടിയെന്നല്ല, മലയാളത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക് ചാനലുകളിൽ മലയാളത്തിലേക്കും ആപ്പിൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നാളെ എല്ലാവരിലേക്കും ഇത് എത്തും, എല്ലാ ചാനലിലേക്കും എത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരാണ് ആമ്പിളരെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാ ചാനലിലും എല്ലാ ബ്രാൻഡുകളുടെയും റിവ്യൂ യൂണിറ്റ് വരുന്നുണ്ട്. ഇതുപോലത്തെ ചില ബ്രാൻഡുകൾ മാത്രമാണ് റിവ്യൂ യൂണിറ്റ് അയക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിളും വന്നു, എല്ലാ ചാനലിലേക്കും എത്തും കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. വേറൊന്നുമല്ല, പലരുടെയും വിചാരം പ്രതാപ് ജി ടെക്കിന് ജയരാജിനെ ഒന്നും ബാക്കി ആരെയും അറിയില്ല. ഞങ്ങൾ എല്ലാ ടെക്കുകൾക്കും പരസ്പരം അറിയാം. അത് ജയരാജേട്ടനാവട്ടെ, നിർമ്മൽ ജി ടെക്നിക്കഡാവട്ടെ, രവി ഷാർമേനാവട്ടെ, ഗാഡ്ജറ്റ് 1 മലയാളം ടെക് ആവട്ടെ, മല്ലു ടെക്കി ആവട്ടെ, അല്ലെങ്കിൽ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കോ, അല്ലെങ്കിൽ ശരത് നിയോൺ ടെക്കോ, എല്ലാവരും ഈച്ച് ആൻഡ് എവരി വണ്ണുമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നവരാണ്. അല്ലാണ്ട് ഞങ്ങൾ പരസ്പരം അറിയാതെ കണ്ണും വീഴ്ചിരിക്കുന്ന സെപ്പറേറ്റ് ശത്രുക്കളൊന്നുമല്ല. ഇതൊന്നും നിങ്ങളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് ആ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ ചിന്തയൊക്കെ മാറ്റിവെക്കുക. ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്, പരസ്പരം സഹകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബ്രാൻഡുകളും iPhone അടക്കമുള്ള സംഭവങ്ങൾ കേരളത്തിലേക്ക് വരണമെന്ന് പറയുമ്പോൾ മലയാളത്തിലേക്ക് ഇവരൊക്കെ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും റിവ്യൂ കൊണ്ട് കിട്ടണമെന്നാണ് ആഗ്രഹം. സോ ഇതൊരു പേഴ്സണൽ കാര്യം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ആ നെഗറ്റീവ് കമൻറ്റ് വന്നതിൻ്റെ കാരണം ഇതാണ്. പരസ്പരം എന്തൊക്കെയോ കൺഫ്യൂഷൻസ്, ഈ റിവ്യൂ യൂണിറ്റൊക്കെ വന്ന എന്താ പറയുക, നെഗറ്റീവ് പറയാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. എന്തായാലും ഇങ്ങനെ ഒരു കമൻറ്റ് iPhone 14 സീരീസിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഞാനതിവിടെ കൂട്ടിച്ചേർത്തതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതൊക്കെ മാറ്റി വയ്ക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് 14 Proയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്, മോഡലുകൾ എല്ലാം മനസ്സിലായല്ലോ. ഈ ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്കിനി നോക്കാം.
കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ അടിപൊളി പ്രീമിയം ഡിവൈസ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇതിൻ്റെ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ് ഫിനിഷാണ്. റിയർ സൈഡിലൊക്കെ നല്ല ബിൽറ്റ് ക്വാളിറ്റിയും നല്ല ഫിനിഷും പിടിക്കാനായാലും അതിൻ്റെ സ്ട്രെങ്ത് ആയാലും ഒക്കെ അടിപൊളിയാണ്. റിയർ സൈഡിന്റെ ബിൽറ്റ് അവർ പറയുന്നത് ടെക്സ്റ്റേർഡ് മാറ്റ് ഗ്ലാസ് എന്നാണ്. ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലെ ഫ്രെയിം എന്ന് പറയുന്നത് സർജിക്കൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ടോട്ടലി സ്ട്രോങ് ആയ ഡിവൈസ് ആണ്. IP68 വാട്ടർ സെൻസ് സംവിധാനങ്ങളുണ്ട്. 6 മീറ്റർ വരെ താഴ്ചയിലേക്ക് 30 മിനിറ്റ് വരെ ഇത് വെള്ളത്തിൽ കിടന്നാലും വെള്ളം കയറി നശിക്കില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ടോപ്പ് ക്ലാസ് ബിൽറ്റ് ക്വാളിറ്റിയാണ് ഐഫോൺ ഈ ഒരു പ്രോ മോഡലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിമ്മിന്റെ കാര്യം നോക്കിയാൽ ഡുവൽ സിം, ഒരു ഇ സിമ്മും ഒരു നാനോ സിമ്മും. US ആണെങ്കിൽ രണ്ടും ഇ സിമ്മാണ്. വരും സമയങ്ങളിൽ ഭാവിയിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലായിടത്തും ഈ സിമ്മ് മാത്രമാവാനുള്ള സാധ്യത നല്ലോണമുണ്ട്. ഈ ബ്രാൻഡ് മാത്രമല്ല മറ്റെല്ലാ ബ്രാൻഡുകളും ഇത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എല്ലാവരും ഈ സിമ്മിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു പോർട്ടിന്റെ കാര്യങ്ങൾ ലാഭിക്കാമെന്നുള്ളത് തന്നെ. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ടും ഡൈനാമിക് ഐലൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സംഗതി ഈ ഒരു 14 Pro സീരീസിന്റെ ഹൈലൈറ്റ് ആണ്. നോച്ച് പലതരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണുന്നത് ഇതാദ്യമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷനുകളും അലർട്ടുകളും ഒക്കെ വരുന്നത് ഈ ഒരു നോച്ചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. വളരെ ഫ്ലൂയിഡായ സ്മൂത്തായ ആനിമേഷനുകളിലൂടെയാണ്. ഈവൻ നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണിക്കാമെന്ന് മാത്രമല്ല, ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് ഐലൻഡിന്റെ ഒരു സൈഡിലാണ് അതിന്റെ ആനിമേഷനും കാര്യങ്ങളും കാണിക്കുക. ഇതിന്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഞാനൊരു ഷോർട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ മറക്കണ്ട. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാണ്, എന്തെങ്കിലും ലൈവ് ആക്ടിവിറ്റികൾ നടക്കുകയാണെങ്കിൽ അത് ഒരു മ്യൂസിക് പ്ലെയർ ആണെങ്കിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് ആ നോച്ചിന്റെ 2 സൈഡിലായിട്ട് സിമ്പിളുകൾ കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കും. നമുക്കതിനെ പോസ് ചെയ്യാനോ സീക്ക് ചെയ്യാനോ ഒക്കെ അതിൽ ടാപ്പ് ചെയ്താൽ, നോച്ചിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് പറ്റും. അതായത് ഈ ഡൈനാമിക് ഐലൻഡിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ ഈ ഒരു നോച്ച് ഈ ഒരു രീതിയിൽ മാത്രമല്ല, ഒന്നിലധികം ആക്ടിവിറ്റികൾ ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാനിവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ നമ്മളൊരു ടൈമർ കൂടി ഇട്ട് കൊടുത്താൽ അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് തിരിഞ്ഞ് 2 പീസായിട്ട് മാറി നിൽക്കും. ഒരെണ്ണം സർക്കിളും ഒരെണ്ണം പിൽ ഷേപ്പിലും. കണ്ടോ? സോ ഇങ്ങനെ പലതരത്തിലുള്ള യൂസ്ഫുൾ ആയ സംഗതികൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന സംവിധാനം. എന്തായാലും ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ്. ഭാവിയിൽ ഒരുപാട് ഡെവലപ്പേഴ്സ് അവരുടെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡൈനാമിക് ഐലൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമെന്ന് ആപ്പിൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡ് വരികയാണെങ്കിൽ അത് വരുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡൈനാമിക് ഐലൻഡിന്റെ സൈഡുകളിലായിട്ട് എഴുതി കാണിക്കുമെന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഓരോ ആപ്പും ഡെവലപ്പേഴ്സ് ഇതിന് വേണ്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുമെന്ന അർത്ഥം. അതിൻ്റെ അർത്ഥം വേറൊന്നു കൂടിയുണ്ട്, ഇനി കുറച്ച് കാലം ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഈ ഫോണുകളിൽ കാണും. മാത്രമല്ല മറ്റ് ബ്രാൻഡുകളും ഇത് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇനി അടുത്ത ഒരു മേജർ ചേഞ്ച് ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾറെഡി നമുക്ക് iOS 16 വരുമ്പോൾ ഇങ്ങനെയുള്ള വാൾപേപ്പറുകൾ അവൈലബിൾ ആണ്. നമ്മളൊരു ഫോട്ടോ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിലെ ടൈമൊക്കെ നമ്മുടെ ബാക്കിലേക്ക് ഇടുന്ന ആ രീതിയിലേക്കായിരിക്കും വാൾപേപ്പർ സെറ്റ് ആവുക. അത് തന്നെ നന്നായിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, നല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല. ടൈം മാത്രം എഴുതി കാണിക്കുന്നതല്ല, മുഴുവൻ സ്ക്രീനും നമുക്ക് കാണാം. നമ്മൾ ഇട്ടിരിക്കുന്ന ഫോട്ടോ കാണാം, അതിന് താഴെ വിഡ്ജറ്റുകൾ, ടൈം, അതിന് താഴെ നമ്മുടെ നോട്ടിഫിക്കേഷനുകൾ, ലൈവായിട്ട് മ്യൂസിക് ഒക്കെ പ്ലേ ആവുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ടൈമർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, എല്ലാം കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ഒന്ന് ഡിം ആവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കംപ്ലീറ്റ് ഓഫ് ആവുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവില്ലേ എന്നൊരു സംശയം വരാം. ഇപ്പോഴേക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഇത് 1 ഹെർട്സിലേക്ക് താഴ്ത്തിക്കൊണ്ട്, റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിലേക്ക് താഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ വരില്ല എന്നാണ് പറയുന്നത്. ഈ 24 മണിക്കൂർ യൂസ് ചെയ്തതിൽ ഒരു ബാറ്ററി ഡ്രെയിൻ, ഓവർ ബാറ്ററി ഡ്രെയിൻ ഒന്നും ഞാൻ കണ്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ എൻ്റെ iPhone 13 Pro Max ഇന്ന് കംപ്ലീറ്റ് ആയിട്ടും 14 Proയിലേക്ക് മാറിയിരിക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് യൂസിൻ്റെ റിവ്യൂ ഷെയർ ചെയ്തിട്ട് തിരിച്ച് ഞാൻ 13 Pro Maxലേക്ക് പോകുന്നുള്ളൂ. ഇനി അടുത്ത ഡിസ്പ്ലേയുടെ ഭാഗത്തുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്. നമ്മൾ ഈ ഫോൺ ഔട്ട്ഡോർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ 2000 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ഉയർത്താൻ പറ്റും. അടിപൊളി ബ്രൈറ്റ് ആയ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഇന്നലെ ഡയറക്റ്റ് സൺലൈറ്റാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഔട്ട്ഡോർ ഇറങ്ങിയത്. നിങ്ങൾക്ക് കാണാം ഈ ക്ലിപ്പൊക്കെ. ഞാൻ ഔട്ട്ഡോർ ഇറങ്ങി എടുക്കുമ്പോൾ ഒരു വിസിബിലിറ്റി ഇഷ്യൂ ഇല്ല, പക്ക ക്ലീൻ ആയിരുന്നു. സോ അടിപൊളി സൺലൈറ്റ് വിസിബിലിറ്റി ഉണ്ട്. 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ഞാൻ iPhone 14 Pro ഉപയോഗിക്കുന്ന ക്ലിപ്പ്, ഈ ഒരു കാണുന്ന ക്ലിപ്പ് എന്ന് പറയുന്നത് iPhone 14 എടുത്താണ് കേട്ടോ, ക്യാമറയിൽ എടുത്തതല്ല. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണാം. 14 വീഡിയോ ഞാൻ ഇതുപോലെ കുറേ ഔട്ട്ഡോർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ എടുത്തിട്ടുള്ളത് ഈ 14 Proയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ കാണുമ്പോൾ ആ രീതിയിൽ കൂടി കണ്ടോളൂ. 14 ക്യാമറ റിവ്യൂ ആണ് ഇതിൻ്റെ ഔട്ട്ഡോർ മുഴുവനും. പിന്നെ ഇതിൽ പ്രൊമോഷൻ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ, അതായത് 120 ഹെർട്സിൻ്റെ അടിപൊളി സ്മൂത്തായ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡുവൽ ആംബിയന്റ് ലൈറ്റ് സെൻസർ ഒക്കെ ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് ലെവലൊക്കെ ഓട്ടോമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവും. സോ ടോട്ടലി ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. വിസിബിലിറ്റി, ക്വാളിറ്റി, ഓവറോൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ക്ലിയർ ആയിട്ട് കാണുന്ന അടിപൊളി ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാം
ഇതിനൊന്നും ഒരു കുറ്റവും പറയാനില്ല, കുറ്റം പറയാനുണ്ടാവരുത്, കാരണം അത്രയും പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്രയും ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ടാണ് നെഗറ്റീവ് ഇപ്പോൾ പറയാത്തത്. പിന്നെ 24 മണിക്കൂറേ ആയിട്ടുള്ളൂ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ യൂസ്ഡ് റിവ്യൂവിൽ ഞാൻ ഷെയർ ചെയ്യാം. കാരണം നെഗറ്റീവ് പറഞ്ഞില്ല, ഇയാൾ പെയ്ഡ് പ്രൊമോഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ചില സുഹൃത്തുക്കൾ വരാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേക്കൊന്നും ഒരു കംപ്ലൈൻറ്റും പറയാനില്ല, ടോപ്പ് ലെവലാണ്. നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ അതിഗംഭീരമാണ്, കേട്ട് നോക്കാം. സോ കേട്ടത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അടിപൊളിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ സെറ്റപ്പ് ആണെന്ന് പറയാം, വെൽ ട്യൂൺഡ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള വാക്ക്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് A16 Bionic ചിപ്സെറ്റ് ആണ്. ഗംഭീര പെർഫോമൻസ് ആണ്, ഒരു ലാഗോ കാര്യങ്ങളോ സ്ലറ്റേഴ്സോ ഒന്നുമില്ല. നമുക്ക് 13 Pro Maxലും ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി റിഫൈൻഡ് ആയ, ഒന്നുകൂടി ബെറ്റർ ആയ ഗംഭീര പെർഫോമൻസ്. ഗെയിമിംഗ് ഒക്കെ വളരെ വളരെ സ്മൂത്താണ്. ഇതിൻ്റെ സ്മൂത്ത് പറയുമ്പോൾ iPhone 11 ഒക്കെ മോശം, iPhone 11 ആണെങ്കിലും ഇപ്പോഴും സ്മൂത്ത് തന്നെയാണ്. അത് ആപ്പിൾ ഡിവൈസുകളുടെ ഒരു പ്രത്യേകതയാണ്. 11ഉം ഇപ്പോഴും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇത് അതിഗംഭീരമാം വിധം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. സംഗതി എങ്ങനെയായാലും കൊള്ളാം. ഗെയിം കളിക്കാനായാലും ഓവർ ഹീറ്റിംഗ് ഒന്നും ഇപ്പോഴേക്ക് കണ്ടില്ല. ഇന്നലെ രാത്രി മഴയൊക്കെയുള്ള സമയത്താണ് ഞാൻ കളിച്ച് നോക്കിയത്. സോ ഹീറ്റിംഗ് വരുന്നുണ്ടോ എന്ന് ഞാൻ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് എനിക്ക് അപ്പം പറയാൻ പറ്റില്ല. ബട്ട് എങ്കിലും ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് റിവ്യൂയിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇനി ഇതിനകത്തെ മറ്റൊരു ബിഗ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. സാധാരണ 12 മെഗാ പിക്സൽ ആണല്ലോ. പിന്നെ ഇതിൽ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. ടോട്ടലി കിടിലൻ ക്യാമറ സെറ്റപ്പാണ്. വീഡിയോ ക്വാളിറ്റി കണ്ടോളൂ, അതിഗംഭീരമായ വീഡിയോ ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല. ക്യാമറ റിവ്യൂ പറഞ്ഞ് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അത്രയും മികച്ചൊരു ക്വാളിറ്റി വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും നിങ്ങൾക്ക് കാണാം മനോഹരമായ വീഡിയോ ക്വാളിറ്റി. സോ ടോട്ടലി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലടക്കം അതിഗംഭീരമായ വീഡിയോസ് നമുക്ക് ഈ ഫോൺ കൊണ്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ട് തന്നെ മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ നിലവാരം എന്നുള്ളത്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇതിനകത്ത് ഒരു ഗംഭീര സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ മോഡ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ഓടി നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്നൊക്കെ വേഗത്തിലൊക്കെ നടന്ന് എടുക്കുമ്പോൾ പക്ക സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അവരിതിൻ്റെ ഇവൻറ്റിൽ ഭയങ്കര അഗ്രസീവായിട്ട് അത് കാണിച്ചു. ഓടുമ്പോൾ വരെ വളരെ സ്റ്റേബിളായ വീഡിയോ കിട്ടുമെന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് അത്ര കണ്ട് പ്രാക്ടിക്കലായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടു നോക്കൂ റിസൾട്ട്. എൻ്റെ മകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ പിന്നാലെ ഞാനും ഓടുകയാണ്. പക്ഷേ ഈ വീഡിയോ സ്റ്റേബിളായിട്ട് ഫോൺ പിടിച്ച് സ്മൂത്തായിട്ട് നടന്നെടുത്ത വീഡിയോ പോലില്ലേ, അതിഗംഭീരമായെന്ന് പറയാം. ഈ ആക്ഷൻ മോഡ് നന്നായിട്ടുണ്ട്. 4K ആ ഒരു ലെവലിലേക്ക് കിട്ടില്ലെങ്കിലും 2.8K എന്ന് പറയുന്ന റെസൊല്യൂഷനിൽ വരെ നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നന്നായിരിക്കുന്നു, മോശമൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ സിനിമാറ്റിക് മോഡ് അത് പിന്നെ മുമ്പുണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മുഖം ഫോക്കസിലേക്ക് വരുന്നു, ബാക്കിലുള്ള എല്ലാവരും ബ്ലറായി പോകുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് എൻ്റെ മകൾ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖം ഫോക്കസിലേക്ക് വരുന്നു. അതായത് സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ബ്ലറായി പോകുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അത് മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ ചെയ്യാം. ക്യാമറ റിവ്യൂ എന്തായാലും സെപ്പറേറ്റ് ഞാൻ ചെയ്യും, കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്യാമറ. സെൽഫിയൊക്കെ ആണെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അത് ഡേ ലൈറ്റ് വീഡിയോസ് ആയാലും അതിഗംഭീരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ വീഡിയോ നമുക്ക് ഇപ്പോൾ ഇൻഡോർ, ഇപ്പോൾ ഒരു മാളിനകത്തൊക്കെയാണ് ഞാൻ, അവിടെയും വളരെ മനോഹരമായ 4K വീഡിയോസ് സെൽഫിയിൽ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അടിപൊളിയായിരിക്കുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, കണ്ട് തന്നെ മനസ്സിലാക്കാം. പ്രോറസ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് 4K 30 FPS വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. 48 MP മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 48 മെഗാ പിക്സലിൻ്റെ 48 MP റെസൊല്യൂഷനിലുള്ള ഫോട്ടോസ് റോ മോഡലിൽ വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സൈസൊക്കെ 60-70 MB റേഞ്ചിലേക്ക് പോകും. പക്ഷെങ്കിലും ആ ഒരു ലെവലിലൊക്കെ ഇതിൻ്റെ 48 മെഗാ പിക്സൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. സോ ഗംഭീരമായ ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറ റിവ്യൂവിൽ പറയാം. പിന്നെ ഈ ഫോണിൽ വരുന്ന iOS 16 ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ 14 Pro മോഡലിലുള്ള ഈ സംഗതികൾ ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും, ഹിഡൻ ഫീച്ചേഴ്സും മെയിൻ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐക്കണിൽ വരുന്നുണ്ടാവും, വേണ്ടവർ കണ്ടു നോക്കുക. iOS 16 വെച്ചുകൊണ്ടുള്ള ഫോണുകളിലേക്ക് വരുമ്പോഴുള്ള ഫീച്ചറുകളൊക്കെ എന്താണെന്നുള്ളത് അതിൽ വിശദമായിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ക്രാഷ് ഡിറ്റക്ഷൻ. എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഐഫോൺ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആക്ഷൻ ഇതിൻ്റെ സെൻസറുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സംഭവത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു SOS സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കും. അതായത് ഒരു എമർജൻസി സർവീസുകളിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എമർജൻസി കോൺടാക്റ്റുകളിലേക്ക് വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ഒരു അപകടത്തിൽ നമ്മൾ പെടുകയാണെങ്കിൽ. അപകടങ്ങളിലൊന്നും പെടില്ല എന്ന് പ്രത്യാശിക്കാം, പെടരുത്.
പിന്നെ എമർജൻസി SOS സംവിധാനം, സാറ്റലൈറ്റ് വഴിയുള്ള കണക്ടിവിറ്റി സംവിധാനങ്ങൾക്ക് അത് ഇന്ത്യയിലൊന്നുമില്ല, മറ്റുള്ളിടത്ത് തന്നെ 2 മാസത്തിനുള്ളിലേക്ക് വരുള്ളൂ. ബട്ട് അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഈ സാറ്റലൈറ്റ് കോളിംഗ് പോലുള്ള ഫീച്ചേഴ്സും എമർജൻസി സിറ്റുവേഷനിലുള്ള ആ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. iPhone 14 Pro അല്ലെങ്കിൽ 14 സീരീസ് മൊത്തം ഫോണുകളിലും അത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊരു 5G ഫോണാണ്. ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കാം. Wi-Fi 6 തന്നെ വരുന്നുണ്ട്, Bluetooth 5.3 വരുന്നുണ്ട്, NFC ഉണ്ട്. അങ്ങനെ വേണ്ടുന്ന എല്ലാതരം ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. സോ അതെല്ലാം സെപ്പറേറ്റ് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം ഉണ്ട് ഇതിനകത്ത് പക്ക. ഇനി ഇതിൻ്റെ ബാറ്ററി ചാർജിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാര്യം ഇപ്പോഴേക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ 13 Pro Maxിൽ നിന്ന് എല്ലാം 14 Proയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. 2-3 ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ ചാർജിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വയേർഡ് ചാർജർ ആണെങ്കിൽ 20 വാട്ടിൻ്റെ എബോ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ് കൊണ്ടൊക്കെ 50% ചാർജ് ആവുന്ന ഒരു സംവിധാനം ഉണ്ടാവും. വയർലെസ് ചാർജിംഗ് ആണെങ്കിൽ മാക്സേഫ് ഒക്കെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. QI വയർലെസ് ചാർജറുകൾ, മറ്റുള്ള ചാർജറുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് ബാറ്ററി ലൈഫ് നമുക്ക് നോക്കിയിട്ട് വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോഴേക്ക് പക്കയാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് മാറ്റി യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഒരു പ്രശ്നവും കണ്ടില്ല. എങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഫോൺ പ്രീമിയം സെഗ്മെന്റിൽപ്പെട്ട ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയാൻ പോലും ഇതിനകത്ത് കുറ്റങ്ങളൊന്നും കണ്ടില്ല. അത്രയും നന്നായിട്ടുണ്ട്. ഈ ഒരു 24 മണിക്കൂറിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു, ടോപ്പ് ക്ലാസ്. പിന്നെ ഇതിൻ്റെ വില ഇത്തിരി കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റുള്ള കൺട്രീസ് ചിലപ്പോൾ 85-90 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൺ ഇവിടെ വരുമ്പോൾ 130-നാണ്. സോ അത് ഇത്തിരി കൂടുതൽ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ എന്തായാലും ഞാൻ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യും, കാണാൻ മറക്കണ്ട. അതുപോലെ 14ൻ്റെയും ഇതുപോലെ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ അപ്പോൾ അത്രയുമാണ് iPhone 14 Pro എന്ന ഫോണിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.